ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് കുറേ കളക്ഷനിലുള്ള 10 മണിയുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് പല ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ തണ്ടുകൾ നട്ട് കഴിഞ്ഞപ്പം അതൊരുപാട് നമുക്കറിയാമല്ലോ, 10 മണിയെന്ന് പറയുമ്പം അതിൻ്റെ ഒരു തണ്ട് കൊണ്ട് നട്ടാലും കാട് പോലെ അങ്ങ് കിളിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പല കളറിൽ ഏകദേശം ഒരു 40 കളറോളം 50 കളറോളം കാണും 10 മണി ഉണ്ട്. പലപ്പോഴായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് സെയിലിന് വേണ്ടി റെഡി ആയിട്ടുണ്ടെന്നും പറഞ്ഞ് നമ്മളൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ അത് ഓരോന്നായിട്ട് നമ്മൾ ഓരോ ചട്ടിയിലേക്ക് മാറ്റി നടാനുള്ളൊരു ശ്രമമാണിപ്പോൾ നടക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ഗാർഡനിൽ ഇതുപോലെ ചെടികൾ വിൽക്കുന്നൊരു ഗാർഡനിൽ അന്വേഷിച്ചപ്പം അവരെടുത്തോളാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോ കളർ ഓരോ ചട്ടിയിലാക്കി പിടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരത് സെയിലിന് വേണ്ടി എടുത്തോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ അത് നിങ്ങളിലേക്ക് കൂടി എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റെഡിയായി വരുന്നതേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പോട്ട് കിട്ടാനുള്ളൊരു ക്ഷാമമായിരുന്നു. മീഡിയം സൈസ് പോട്ടെങ്കിലും വേണമല്ലോ. ചെറിയ പോട്ടുകളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. 100 രൂപയ്ക്ക് 6 എണ്ണം എന്നുള്ളൊരു സൈസിലുള്ള പോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു 6 പോട്ടേ വാങ്ങിച്ചിട്ടുള്ളൂ. അതിനകത്ത് ഓരോ കളർ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇന്നാണ് നട്ടത്. അതൊന്ന് പിടിച്ചു കിട്ടാൻ കുറേ ദിവസങ്ങളെടുക്കും. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഓരോ കളറ് 10 മണിയും അതുപോലെ തന്നെ അടീനിയവും ഓരോ കളറ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു പരിശ്രമമാണ് ഈ വീഡിയോയിൽ. ആവശ്യക്കാരുണ്ടെങ്കിലത് കമൻറ്റ് ചെയ്യുക. നമ്മളിത് പലയിടത്തുനിന്നും കളക്ട് ചെയ്ത 10 മണികളാണ്. കൂടുതലായിട്ടും ടേബിൾ റോസിൻ്റെ ഒരു കളക്ഷനാണ് എനിക്കുള്ളത്. അതായത് അടുക്ക് 10 മണിയെന്ന് പറയും, റോസാപ്പൂവിൻ്റെ ഇതുപോലെ. അതുപോലെ 10 മണിയെന്ന് പറയുന്നൊരു ടൈപ്പുണ്ട്. അതൊന്നും ശരിക്കും നമുക്ക് റോസാപ്പൂ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ തന്നെയാണ്, അതിൻ്റെ ഭംഗി തന്നെയാണ് അവിടെ കിട്ടുന്നത്, അതിൽ നിന്നും കിട്ടുന്നത്. അതും അടീനിയും കുറേ കളക്ഷനുണ്ട്. ഇതെല്ലാം ഞാനിത് ഇങ്ങനെ വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോന്നും ഓരോ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. കൂടുതലായിട്ട് എനിക്ക് വോയിസ് അത്ര താല്പര്യമില്ല വീഡിയോയിൽ. അതുകൊണ്ടാണ് വീഡിയോ മാത്രമായിട്ട് ചിത്രീകരിച്ചത്. അപ്പം നമുക്ക് ആ പിക്ചർ മാത്രം കിട്ടിയിട്ട് നിങ്ങൾക്കതൊന്നും മനസ്സിലാവില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് വോയിസിലേക്ക് കടന്നത്. അപ്പോൾ ഒരു 6 കളർ ഞാനിവിടെ ചെറിയ ചട്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിൽ 10 മണിയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റോസാപ്പൂവിൻ്റെ വലുപ്പത്തിലുള്ള പൂക്കളാണത്. അത് പൂക്കളായിട്ടില്ല, തണ്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ചട്ടിയിലെല്ലാം പൂക്കളോട് കൂടി തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ ഞാനൊന്ന് കാണിച്ചിരുന്നു. ഒന്നുകൂടി നിങ്ങളത് കാണിച്ചു തരാം. പിങ്കിൻ്റെ തന്നെ പല വെറൈറ്റിയാണ്. ബേബി പിങ്ക്, അതുപോലെ തന്നെ ഒരു എന്താ പറയുന്ന ഒരു പീച്ച് പോലത്തെ ഒരു കളറ്, റോസ് റോസല്ലൊരു പീച്ചും പിങ്കും എല്ലാം കൂടി ചേർന്നുള്ളത്. പിന്നെ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കളറാണ്, ഒരു മഞ്ഞയാണ്. ഒരു മഞ്ഞ എന്ന് പറയുന്നത്, മഞ്ഞയിൽ ഒരുപാട് വെറൈറ്റീസ് 10 മണിയുണ്ട്. അതിലൊരു ലൈറ്റ് മഞ്ഞയാണിത്. ഇത് പിക്ചറിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാകുമെന്നറിയില്ല. ഇതെല്ലാം എനിക്കിഷ്ടമുള്ളതാണ്. ഇതിലൊക്കെ തന്നെ അടിപൊളിയായിട്ടുള്ളൊരു കളറുണ്ട്. നല്ല റെഡ് 10 മണിയാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇത് പലയിടത്തായിട്ട് ഞാൻ നട്ടിട്ടുണ്ട്. സ്ഥലം നമുക്ക് പറമ്പുണ്ട്, എന്നാൽ പോലും പറമ്പിൽ മൊത്തത്തിൽ നമുക്കിത് കൃഷി ചെയ്യാൻ പറ്റില്ലല്ലോ. പച്ചക്കറിയൊക്കെ തന്നെ അതിനോടൊപ്പം തന്നെ നടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ അടീനിയം നട്ട പോട്ടിൽ തന്നെ അടീനിയത്തിനോടൊപ്പം തന്നെ ഞാനിത് നട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പോട്ടിൽ ചുമന്ന 10 മണി, നല്ല റെഡ് കളറ്
10 മണി. അതിൻ്റെ കൂടെ ചിലതൊക്കെ മിക്സ് ആയിട്ടുണ്ട്, വേറെ കളറ്. അത് ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് കണ്ടു നോക്കൂ, കാണുന്നുണ്ടോ? ഇതൊരു വൈറ്റ് കളറ് കണ്ടോ? വൈറ്റും പിന്നൊരു ഓറഞ്ച് പോലൊക്കെ മിക്സായി വന്നിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ ഇവിടെയും ഉണ്ടൊരു ഓറഞ്ച്, ഒരു മഞ്ഞ പോലെ പല മിക്സിങ് ഈ റെഡിൽ വന്നിട്ടുണ്ട്. ഇത് റെഡ് കളറ്. നോക്കി എല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഇതൊക്കെ ഇനിയും കട്ട് ചെയ്ത് റെഡിയാക്കേണ്ടതായിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ടാണ്. നോക്കി പൂക്കളുടെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന്. ഇതൊരു വെളിച്ചക്കുറവുണ്ട്, നമുക്കറിയാമല്ലോ. ഇപ്പോൾ വേനൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നൊരു സമയമായതുകൊണ്ട് ഇന്നലെ വൈകിട്ടൊക്കെ ഇവിടെ മഴയായിരുന്നു. അതുകൊണ്ട് ഇന്നും നല്ല വെയിലൊന്നുമില്ല, മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചെടികൾ എത്രത്തോളം ക്ലിയറായിട്ട് എൻ്റെ പിക്ചർ നിങ്ങൾക്ക് കിട്ടുമെന്നറിയില്ല. എന്നാലും ഒന്ന് കണ്ട് നോക്കിക്കേ. ചുവപ്പിനകത്ത് വെള്ള കളർ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ നോക്കുക, വെള്ള ഡിസൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല കളറിലെ അടുക്ക് 10 മണി ഒത്തിരി ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി, അപ്പോൾ നമ്പർ ഇട്ട് തരാം. അതുപോലെ ഇതിപ്പോൾ നിറച്ച് മൊട്ടുണ്ട് ഈ ചെടിയിൽ. ഞാൻ വെറുതെ ഒന്ന് കുത്തി കൊടുത്തതാണ്. ഞാൻ പറഞ്ഞില്ലേ, സ്ഥലമില്ലാത്തതുകൊണ്ട്. സ്ഥലമുണ്ട്, പക്ഷേ പറമ്പെല്ലാം തന്നെ 10 മണി നടാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ഭാഗം അതിനുവേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കി വന്ന തണ്ടുകൾ ഈ അഡീനിയം പോട്ടിൽ ഞാൻ കുത്തി കൊടുത്തതാണ്. അപ്പോൾ ഇത് നിറച്ച് മുട്ടാണ്. ചാണകപ്പൊടി മാത്രമേ ഇതിന് വളമായിട്ട് ഞാൻ കൊടുക്കുന്നുള്ളൂ. നിറച്ച് മുട്ടാണ്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് നീണ്ട് വളർന്നു പോകും. നമ്മൾ ചട്ടിയിലൊക്കെ ഹാങ്ങിങ് ആയിട്ട് വളർത്തുന്ന പോലെ അങ്ങ് ആവുക. ഇത് കണ്ടോ, ഇത് കഴിഞ്ഞ ദിവസം പൂട്ടേൻ്റെ വാടിയ മുട്ടാണേ. ഇതുപോലെ അങ്ങ് നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ മണ്ട ഉള്ളിൽ കൊടുക്കണം. വേണമെങ്കിൽ ഇത് നമുക്ക് വേറൊരു ചട്ടിയിലോട്ട് കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ചെടി ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് കളഞ്ഞിട്ട്, ഈ വാടിയ പൂ കളഞ്ഞിട്ട് ഇതിൻ്റെ മണ്ട വേണമെങ്കിൽ ഇതൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് ബാക്കി വരുന്ന ഇതൊരു തണ്ട് നട്ടു കൊടുത്താലും മതി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അനുഭവത്തിലുള്ളതാണ്. ഈ 10 മണികളെല്ലാം തന്നെ ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് ഓൺലൈൻ വാങ്ങിച്ചതാണ്. ശരിക്കും 2200 രൂപയുടെ 10 മണിയാണ് എനിക്ക് അവർ അയച്ചു തന്നത്. വലിയൊരു പാക്കിംഗ് ബോക്സിൽ നിറച്ചുണ്ടായിരുന്നു, വലിയൊരു ബോക്സ് നിറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ചൂട് സമയം കൂടെ ആയിരുന്നു. അപ്പോൾ അതിൽ പലതിനും ഇലയില്ലായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഓൺലൈൻ എന്തായാലും അയച്ചു കഴിഞ്ഞാൽ ഇനി വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞ് ചിലപ്പോൾ തണ്ടുകൾ ഇതേപോലത്തുള്ള തണ്ടുകൾ മാത്രമായിട്ട് അങ്ങ് മാറും. നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഇലയെല്ലാം അങ്ങ് പൊഴിഞ്ഞു പോയി തണ്ട് മാത്രമായിട്ട് കിട്ടും. അപ്പം ഞാൻ ഈ പിക്ചറിൽ കാണുന്ന, ഈ വീഡിയോയിൽ കാണുന്ന ഈ വളർന്നു നിൽക്കുന്ന 10 മണികളെല്ലാം വെറും ഇതേപോലത്തെ തണ്ടുകൾ മാത്രമായിരുന്നു ഞാൻ നട്ടു കൊടുത്തത്. ഇല പോലും ഇല്ലായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മൊത്തം നല്ല ഒരു ഒരു മെത്ത വിരിച്ചാൽ എങ്ങനെയാണ് അതേപോലെ നിരന്ന് നല്ല പോലെ കാട് പോലെ വളർന്ന് നിറച്ച് പൂക്കളും മുട്ടുകളുമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ അടുത്ത് പോയി വീഡിയോ എടുക്കാനുള്ളൊരു ആരോഗ്യക്കുറവുമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ചെയറിലിരുന്ന് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അതത്ര ക്ലാരിറ്റി കാണില്ല. ഞങ്ങൾക്ക് അടുത്ത് പോയി ഓരോന്നും പരിചയപ്പെടുത്തി ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് പിന്നീട് ചെയ്യാം. ഇപ്പോൾ ഒരു 2, 4, 5, 6 കളർ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ചുവപ്പ് വേറെ വീട്ടിലേക്ക് മാറ്റിയിട്ടില്ല. ചുവപ്പ് ഇത് മാത്രമല്ല, ഇനിയും ഇഷ്ടം പോലെ ഇതിനിടയ്ക്കെല്ലാം നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർ കൂടുകയാണെങ്കിൽ ഞാനതൊരു ഇപ്പോൾ ശരിക്കും എനിക്കൊരു ബിസിനസ്സിലേക്കല്ല ഞാൻ ശരിക്കും ഇത് വളർത്തിയെടുത്തത്. എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ പൂക്കൾ നിറഞ്ഞ് നിൽക്കുന്നത്. അതെപ്പോഴും അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സമയം കിട്ടുമ്പോഴൊക്കെ അതിനിടയ്ക്ക് കളകളൊക്കെ തന്നെ എൻ്റെ മക്കൾ പറിച്ച് കളയാറുണ്ട്. ഞാനും പറ്റുന്ന പോലെ. എനിക്ക് ബാക്ക് പെയിനൊക്കെ ഉള്ളതുകൊണ്ട് ഇരുന്നും കുനിഞ്ഞൊന്നും ഒന്നധികം ചെയ്യാൻ പറ്റില്ല. എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ അതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. അപ്പോൾ
ഇപ്പോൾ ഇത് ഒത്തിരിയായി. അത് കട്ട് ചെയ്ത് കുറേ കളഞ്ഞു. അത് നിങ്ങളെ കാണിച്ചു തരണം. ദൂരെ ഒരിടത്ത് ഞാനത് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. കുന്നുകൂടി കിടക്കുക ഇഷ്ടം പോലെ തണ്ടുകളാണ്. അത് കളയാൻ എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷെ നമ്മൾ എങ്ങോട്ടത് മാറ്റി നടും. പറമ്പെല്ലാം തന്നെ ഈ 10 മണിയാക്കാൻ എനിക്ക് താല്പര്യമില്ല. കുറച്ച് പച്ചക്കറിയൊക്കെ തന്നെ ഹസ്ബൻഡ് പച്ചക്കറിയിലൊക്കെ കൂടുതൽ താല്പര്യമുള്ളതാണ്, പച്ചക്കറി കൃഷി. അപ്പോൾ ഈ 10 മണികൾ എല്ലായിടത്തും നടുന്നതും പുള്ളിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് തിരിഞ്ഞില്ല. കുറച്ച് ഭാഗം മാത്രമേ എനിക്ക് അലോട്ട് ചെയ്ത് കുറച്ച് സ്ഥലം തന്നു. ആ സ്ഥലത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യക്കാർ കൂടുതലായിട്ട് വരുവാണെങ്കിൽ ഞാൻ കരുതി ബാക്കിയുള്ള പറമ്പും കൂടി നമ്മളെടുത്ത് അതിലേക്ക് വ്യാപിപ്പിക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് നോക്കിയിട്ട് നമ്മൾ തിരിഞ്ഞാൽ മതിയല്ലോ. ഏതൊരു കാര്യമാണെങ്കിലും ഒന്ന് തുടങ്ങി അത് കൂടുതൽ വിജയത്തിലേക്ക് എത്തുന്നു എന്ന് തോന്നിയാൽ പിന്നീട് അതൊന്ന് വിപുലീകരിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു തോന്നലാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഡെയിലി വീഡിയോ ഇടാനുള്ളൊരു അവസ്ഥയല്ല എൻ്റേത്. ശാരീരികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലൊക്കെയാണ്. എന്നാലും പറ്റുന്ന പോലൊക്കെ തന്നെ വീഡിയോ ഇടാം. അതുപോലെ ഓരോ 10 മണിയുടെയും കളർ നിങ്ങൾക്കത് ഫോട്ടോയോ എല്ലാം കാണണമെങ്കിൽ ഞാനെടുത്ത് അയച്ചു തരാം, ഫോട്ടോ അയച്ചു തരാം. അപ്പോൾ ഇത്രയുമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. വെയിലൊക്കെ ചെറിയ രീതിയിൽ തെളിഞ്ഞു വരുന്നുണ്ട്, പിന്നെയും മങ്ങുന്നുണ്ട്. വല്ലാത്തൊരു കാലാവസ്ഥയാണ്. ചൂടെന്നാൽ കുറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചുമന്ന 10 മണിയൊക്കെ തന്നെ, റെഡ് 10 മണിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ, പൂക്കളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ തന്നെ ഒരുപാട് കാണുമല്ലോ. അപ്പം അവരൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, താങ്ക് യു.